ദൈവത്തിന് മഹത്വം. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും വീണ്ടും വരുന്നവനായ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെയും ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. യേശു ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ അവൻ്റെ അവകാശമാണ്. ദൈവം അവന് ജീവിതത്തിൽ അനുവദിക്കുന്നതാണ്. പൈതൽ കടന്നുപോകുന്ന ഏത് കഷ്ടതയുടെ നടുവിലും, ഏത് പ്രയാസത്തിൻ്റെ നടുവിലും, ഏത് പ്രതിസന്ധികളുടെ നടുവിലും അവനെ ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല കർത്താവ് അവനുണ്ട് എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരനുഭവമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം ലേഖനത്തിൽ പറയുന്നത്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് യാതൊരു കഷ്ടത്തിലുമുള്ളവരെയും ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ഞങ്ങളുടെ കഷ്ടങ്ങളിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഒരു ദൈവപൈതലിനെ ദൈവം ആശ്വസിപ്പിക്കുന്ന ആശ്വാസം ഏതെല്ലാം തരത്തിലാണ് ദൈവം ഒരു ദൈവപൈതലിനെ ആശ്വസിപ്പിക്കുന്നത്? നാം റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നത് വിശ്വാസത്താൽ ഉളവാകുന്ന ആശ്വാസത്തെക്കുറിച്ചാണ്. ഒന്നാമത് ഒരു ദൈവപൈതലിന് അനുഭവേദ്യമാകുന്ന ആശ്വാസം എന്ന് പറയുന്നത് വിശ്വാസത്താൽ ഉളവാകുന്ന ആശ്വാസം എന്നതാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ എന്ന് പറയുന്നത്. വിശ്വാസ കണ്ണുകളെ ഉയർത്തി നാം നോക്കുമ്പോൾ ഏത് പ്രതിസന്ധിയുടെ നടുവിലും കാർമേഘത്തിനുള്ളിലും നമുക്ക് മിന്നുന്ന സൂര്യശോഭയെ കാണുവാൻ ഇടയായിത്തീരും. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ ധൈര്യം തള്ളിക്കളയാതെ കഷ്ടതയുടെ നടുവിൽ വിശ്വാസത്തോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുവെങ്കിൽ നമുക്ക് കർത്താവിങ്കിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയും. രണ്ടാമത് നമുക്ക് ലഭിക്കുന്ന ആശ്വാസം എന്ന് പറയുന്നത് സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ടുള്ള ആശ്വാസമാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം പറയുമ്പോൾ, സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നാം ഏകീഭവിക്കുമ്പോൾ നാം നാം ക്രിസ്തുവിൽ ഒന്നാകുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമ്മെ നിലനിർത്തുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ് നാം ഒന്നായി തീർന്നിരിക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് അല്ലെങ്കിൽ സ്നേഹത്തിൽ നാം ഏകീഭവിക്കുമ്പോൾ ആ ഏകീഭാവത്താൽ നമുക്ക് ലഭിക്കുന്നതായ ഒരു ആശ്വാസമുണ്ട് എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യം നമ്മളോട് പറയുന്നു, തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന ആശ്വാസം. മുന്നെഴുതിയിരിക്കുന്നത് ഒക്കെയും നമ്മുടെ ആശ്വാസത്തിനായി, തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന ആശ്വാസത്തിനായി നിങ്ങൾക്ക് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു. തിരുവെഴുത്തുകൾ നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും ഒരു ദൈവപൈതൽ തിരുവെഴുത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്നവനായിരിക്കണം. അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ദൈവവചനത്തെ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഒരു ദൈവപൈതൽ ചെയ്യുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആശ്വാസം ആ വചനത്തിലൂടെ കണ്ടെത്തുവാൻ കഴിയും. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നാലാമതുള്ള ഒരു ആശ്വാസത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ്: കർത്താവിൽ നിലനിൽക്കുന്നതിനാൽ ഉളവാകുന്ന ആശ്വാസം. ഏത് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, ഏത് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, കർത്താവിൽ നിലനിന്ന് ആശ്വാസം പ്രാപിക്കുന്നതിനാൽ നമുക്ക് ആശ്വസിപ്പിക്കപ്പെടുവാൻ ഇടയാകും. കർത്താവിൽ നിലനിൽപ്പീൻ പ്രിയമുള്ളവരെ എന്ന് അപ്പോസ്തലൻ പറയുന്നല്ലോ. ആയതുകൊണ്ട് കഷ്ടത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് കഷ്ടതയിലും പ്രശംസിക്കുവാനും കർത്താവിൽ നിലനിൽക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ. വിശ്വാസത്തിൽ ഉളവാകുന്ന ആശ്വാസം, സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് നമുക്ക് ആശ്വാസം, തിരുവെഴുത്തുകൾ മനസ്സിലാക്കുന്നതിനാൽ, തിരുവെഴുത്തുകൾ പഠിക്കുന്നതിനാൽ ഉളവാകുന്ന ആശ്വാസം, കർത്താവിൽ നിലനിൽക്കുന്നതിനാൽ ഉളവാകുന്ന ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ ലഭിപ്പാനിടയാകട്ടെ. യാതൊരു കഷ്ടത്തിലുമുള്ളവരെയും ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് അവൻ ഞങ്ങളുടെ കഷ്ടത്തിലൊക്കെയും നമ്മെ ആശ്വസിപ്പിക്കുന്നു. ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ദിവ്യമായ ആശ്വാസം പ്രാപിപ്പാൻ നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ കർത്താവ് ഇടയാക്കട്ടെ. ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.